അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്യാസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫ്ലെക്സുകളെ കുറിച്ചും അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചുമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്യാസ് വെൽഡിംഗ് ഫ്ലെക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലെക്സസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് എന്താണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്? ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്തെന്ന് പറയാം, ഇറ്റ്സ് എ കെമിക്കൽ ഏജന്റ് അല്ലെ. അതായത് ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു ഫ്യൂസിബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബിഫോർ വെൽഡിംഗ് അല്ലെങ്കിൽ ഡ്യൂറിംഗ് വെൽഡിംഗ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതാണ്, പ്രിവെന്റ് അൺവാണ്ടഡ് കെമിക്കൽ ആക്ഷൻ ലൈക്ക് ഓക്സിഡേഷൻ അല്ലെ. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് വെൽഡിംഗ് ഒരു സൗണ്ട് വെൽഡ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വെൽഡിംഗ് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് കിട്ടണം. നമ്മുടെ ഈ പറയുന്ന എല്ലാ സ്ഥലത്തേക്കും ഫില്ലിംഗ് കൃത്യമായിട്ട് നടക്കണം. ഇതിനൊക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ആവശ്യമുണ്ട്? ഫ്ലെക്സ് ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പൊ ഡിസോൾവ് ഓക്സൈഡ്സ് ആസ് എ ഫ്ലോ ഫില്ലർ മെറ്റീരിയൽ, ആക്ട് ആസ് എ ക്ലീനിങ് ഏജന്റ്, ഇംപ്രൂവ്സ് വെൽഡ് ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്? അത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ആരുടെ ഫംഗ്ഷൻ ആണ്? ഈ പറയുന്ന ഫ്ലെക്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു ഫ്യൂസിബിൾ മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്ലൈ ചെയ്യുന്നപ്പോഴാണ് ബിഫോർ ഓർ ഡ്യൂറിംഗ് വെൽഡിംഗ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പോയിന്റുകളൊന്നും തന്നെയല്ല, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഡിസോൾവ് ഓക്സൈഡ്സ് ആൻഡ് പ്രിവെന്റ് ഇംപ്യൂരിറ്റീസ്, ഹെൽപ്പ് മോർട്ടൽ ഫില്ലർ ഫ്ലോ ഇൻടു സ്മോൾ ഗ്യാപ്സ്, ആക്ട് ആസ് ക്ലീനിങ് ഏജന്റ് ടു റിമൂവ് ഓക്സൈഡ്സ്, ഇംപ്രൂവ് വെഡ് ക്വാളിറ്റി ആൻഡ് ഫിനിഷ്. 4 പോയിന്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഫംഗ്ഷന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ഫോംസ് ഓഫ് വെൽഡ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഫോംസ് ഓഫ് വെൽഡ്. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാം. കാരണം 3 ഫോംസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പേസ്റ്റ് ഫോമിൽ, 2 പൗഡർ ഫോമിൽ, 3 ലിക്വിഡ് ഫോമിൽ. ഏതൊക്കെയാണ്? പേസ്റ്റ്, പൗഡർ ഓർ ലിക്വിഡ്. ഫോംസ് ഏതൊക്കെയാണ്? പേസ്റ്റ്, പൗഡർ ഓർ ലിക്വിഡ്. ഇത് എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ ഒരുപാട് മെത്തേഡ്സിൽ ഇത് അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാം. ഒന്ന് ബ്ലോ പൈപ്പ് മെത്തേഡ്. ഇത് എന്താ പറയുക, അത്ര സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല ബ്ലോ പൈപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഫില്ലിംഗ് റോഡിന്റെ കൂടെ കോട്ട് ചെയ്യും. ഓക്കെ, അതായത് ഈ ഫ്ലെക്സ് ഇതിന്റെ കൂടെ അഡ്ഹെർ ചെയ്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് കോട്ടിംഗ് ഫില്ലർ റോഡ് വിത്ത് ഫ്ലെക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഇതാ ഫ്ലെക്സ് അഡ്ഹെർ ടു ഹോട്ട് റോഡ്. പിന്നെ എന്താണ്? ബ്രഷ് ആപ്ലിക്കേഷൻ. അതായത് പേസ്റ്റ് ഞാൻ പറഞ്ഞില്ല 3 ഫോമിൽ കിട്ടും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അപ്ലൈ ഫ്ലെക്സ് ലിക്വിഡ് ഓർ പേസ്റ്റ് ഓൺ ജോയിന്റ് സർഫേസ്. ഈ സർഫേസിൽ നമ്മൾ ഈ പറയുന്ന സോൾഡറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് ആഡ് ചെയ്യാറുണ്ട് അല്ലെ. ഈ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയാണ്? പേസ്റ്റ് ഫോമിലാണ് കിട്ടുക. അപ്ലൈ ഫ്ലെക്സ് ലിക്വിഡ് ഓർ പേസ്റ്റ് ഓൺ ജോയിന്റ് സർഫേസ്. നമ്മൾ ജോയിൻ ചെയ്യുന്ന സർഫേസിൽ ഈ പറയുന്ന ഒരു എന്താ പറയാ പേസ്റ്റ് ഫോമിലൊക്കെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രഷ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്പ്രിങ്കിൾ അല്ലെങ്കിൽ പോർ മെത്തേഡ്. സ്പ്രിങ്കിൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ പറയുന്ന ഇത് പൊടികളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ സമ്മർജ് ആർക്ക് വെൽഡിങ്ങിലൊക്കെ SAW നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഫ്ലെക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. SAW പൊടിയായിട്ട്. ഇപ്പൊ ഏതൊക്കെ ഫോംസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെ ഫോംസിൽ ഫ്ലെക്സ് അവൈലബിൾ ആണ്? 3 ഫോമേ ഉള്ളൂ: പേസ്റ്റ്, പൗഡർ അല്ലെങ്കിൽ ലിക്വിഡ്. പേസ്റ്റ്, പൗഡർ ഓർ ലിക്വിഡ്. പേസ്റ്റ്, പൗഡർ ഓർ ലിക്വിഡ് 3 ഫോംസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പല മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അപ്ലൈ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടതാണ് സ്റ്റോറേജ് ഓഫ് ഫ്ലെക്സസ്. കാരണം എന്തുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? കാരണം ഇത് ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ കൃത്യമായിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇതിൽ ഡാമേജോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലെക്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നേരിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ വെൽഡ് ജോയിന്റിനെയാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഫില്ലർ റോഡിൽ ഇത് കോട്ട് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലെക്സുകളില്ലേ, അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് സീൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. ലോങ് പീരീഡിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ടൈറ്റ് ലിഡ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? നമ്മൾ ഫ്ലെക്സ് പ്രിവെന്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ തിങ്സ് റീസീൽ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് മോൾട്ടൺ വാക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ലോങ് സ്റ്റോറേജ് എന്ന് പറയുന്ന ക്രൈറ്റീരിയയിൽ മോൾട്ടൺ വാക്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ
ഈ ലിഡ് നമ്മൾ എപ്പോഴും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവണം. ഒരു ക്ലീൻ അക്സെപ്റ്റബിൾ ഡിപ്പ് റോഡ്സുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ സ്റ്റോറേജ് ഓഫ് ഫ്ലക്സസും നമുക്ക് ഈ പറയുന്ന പോലെ കുറെ മെത്തേഡ്സ് കാണാൻ പറ്റും. ഓക്കെ, സ്റ്റോറേജ് ഓഫ് ഫ്ലക്സ് പല മെത്തേഡ്സ് ഉണ്ട്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കുക എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ നമ്മൾ റോഡ് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് തോണ്ടി എടുക്കരുത്. എപ്പോഴും അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് ഫ്ലക്സ് അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ എൻറ്റയർ ആയിട്ട് എന്ത് സംഭവിക്കും, ഈ പറയുന്ന ഫ്ലക്സ് ടോട്ടലി നാശമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവണം, ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഈ പറയുന്ന ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ ലെസ് ആണ്. ഓക്കെ, കാരണം എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ വലിയ ഡിഫിക്കൽട്ട് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന ഫ്ലെക്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ആകെ ഇനി അഥവാ വരികയാണെങ്കിൽ ഫോംസ് ഓഫ് ഫ്ലക്സ് എന്താണെന്ന് മാത്രം ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ എന്തായിരിക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. ബട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലക്സ് റെസിഡ്യൂ റിമൂവൽ എന്ന് പറയുന്ന കാര്യമാണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ആഫ്റ്റർ വെൽഡിങ് അല്ലെങ്കിൽ ബ്രേസിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം, ഈ ഫ്ലക്സ് റെസിഡ്യൂ അല്ലെങ്കിൽ ഫ്ലക്സിന്റെ ഈ അവശിഷ്ട ഭാഗങ്ങൾ അവിടെ തന്നെ ഉണ്ടോ. ഈ ഫ്ലക്സ് റെസിഡ്യൂസ് നമുക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കെമിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. കെമിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇഫ് ഇറ്റ് ഇസ് നോട്ട് റിമൂവ്ഡ് ദേ മേ കോസ് കൊറോഷൻ, അല്ലെ? അതായത് പാരന്റ് മെറ്റലിനെ കൊറോഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആരെ കൊണ്ട് പറ്റും, ഈ ഫ്ലക്സിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും എന്ത് റിമൂവ് ചെയ്തിട്ടുണ്ടാവണം, നമ്മുടെ ഫ്ലക്സ് ആഫ്റ്റർ വെൽഡിങ് റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ റിമൂവ് ചെയ്യാം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഫ്ലക്സ് റെസിഡ്യൂ റിമൂവൽ this is an important thing. Flux residue removal is very important. അപ്പൊ ഇത് നമുക്ക് ഓരോ മെറ്റൽസും എങ്ങനെയാണ് എന്ന് പഠിക്കാം. ആദ്യം നമുക്ക് അലൂമിനിയം ആൻഡ് അലോയ്സ് പഠിക്കാം. അലൂമിനിയം ആൻഡ് അലോയ്സ്. കാരണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലക്സ് റിമൂവൽ എങ്ങനെയൊക്കെയാണ്. അതിനുശേഷം അലൂമിനിയത്തെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അലൂമിനിയം ആൻഡ് അലോയ്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വെൽഡിങ് ചെയ്യേണ്ടത് എല്ലാ ജോയിന്റ്സ് നമ്മൾ കൃത്യമായിട്ട് വാം വാട്ടറിൽ വാഷ് ചെയ്യാം, എന്നിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യാം. ഓക്കെ, ദെൻ എന്ത് ചെയ്തോളാം, ഒരു നൈട്രിക് ആസിഡ് സൊല്യൂഷൻ, ഒരു 5% നൈട്രിക് ആസിഡ് സൊല്യൂഷൻ എന്തിലേക്ക് ചെയ്യാം, ഇതിൽ സൊല്യൂഷനിലേക്ക് ഇത് ഡിപ്പ് ചെയ്യാം. ദെൻ ഹോട്ട് വാട്ടറിൽ അഗെയിൻ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാം. ഓക്കെ, ഈ ഹോട്ട് വാട്ടറിൽ ലാസ്റ്റ് ചെയ്യുന്നതിനാണ് ഒരു ഡ്രൈയിങ്ങിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ അലൂമിനിയം ആൻഡ് അലോയ്സ് നമ്മൾ ഫ്ലക്സ് റെസിഡ്യൂ റിമൂവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. വാഷ് ജോയിന്റ്സ് ഇൻ വാം വാട്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വെൽഡിങ്, ബ്രഷ് ഇറ്റ്, dip rapidly in 5% of nitric acid solution. ഇത് ഓർത്തിരിക്കുക, നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ആണ് അലൂമിനിയം അലോയ്സിൽ കൊടുക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് കുറച്ച് ഹിന്റ്സ് ഉണ്ട്, ആ ഹിന്റ് വേർഡുകൾ മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അലൂമിനിയം ആൻഡ് അലോയ്സിൽ നമ്മൾ പഠിക്കേണ്ട ഹിന്റ് വേർഡ്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നമ്മൾ വാം വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുന്നു, ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 5% നൈട്രിക് ആസിഡ് മാത്രമാണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് അലൂമിനിയം ആൻഡ് അലോയ്സിലെ ഫ്ലക്സ് റെസിഡ്യൂ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി മഗ്നീഷ്യം അലോയ് ഉണ്ട്. മഗ്നീഷ്യം അലോയിൽ എന്താണ്, വാഷിംഗ് വാട്ടർ അല്ലെ, ആഫ്റ്റർ അത് വെൽഡിങ്ങിന് ശേഷം ഒരു സ്റ്റാൻഡേർഡ് ക്രോമാറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ വെച്ച് വാഷ് ചെയ്യും. ഓക്കെ, ഫോളോ വിത്ത് സ്റ്റാൻഡേർഡ് ക്രോമാറ്റിംഗ് ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ഈ ഒരു വാക്ക് മാത്രം ഇവിടെ നിന്ന് ഓർത്തിരിക്കാം, ക്രോമാറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് ഓർത്തിരിക്കാം. ഓക്കെ, മഗ്നീഷ്യം അലോയ്സിലെ ഫ്ലക്സ് റെസിഡ്യൂ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം, ദാറ്റ്സ് ദ പോയിന്റ്.
അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് ക്രോമേറ്റിംഗ് ട്രീറ്റ്മെന്റിന് ശേഷം ക്ലീൻ വാട്ടറിൽ വാഷ് ചെയ്യാം. ഇനി ഫ്യൂൽ ടാങ്ക് ആൻഡ് കണ്ടെയ്നേഴ്സ് റിലേറ്റഡ് ടു അലൂമിനിയം ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് റിലേറ്റഡ് ടു അലൂമിനിയം. കാരണം ഫ്യൂൽ ടാങ്ക് ആൻഡ് കണ്ടെയ്നേഴ്സ് മോസ്റ്റ്ലി നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? അലൂമിനിയം വെസൽ കൊണ്ടാണ് അല്ലെ? അലൂമിനിയം വെസലിലാണ് ഈ സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ 5 ലിറ്റർ വാട്ടറിൽ 400 മില്ലി നൈട്രിക് ആസിഡും 0.33 ml ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ മിക്സ് ചെയ്ത് ഒരു എന്താ പറയാ 10 മിനിറ്റ്സ് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ എന്താ ചെയ്യാ ഇതിനെ മുക്കി വെക്കാം. ഓക്കെ, ദെൻ റിൻസ് വിത്ത് കോൾഡ് വാട്ടർ. റിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? റിൻസ് ചെയ്യുക അല്ലെ? അതിനുശേഷം നമ്മളിപ്പോ വാഷിംഗ് മെഷീനിൽ റിൻസ് ചെയ്യാന്ന് പറയും. വാഷിംഗ് മെഷീനിൽ റിൻസ് ചെയ്യാന്ന് പറയും. ലാസ്റ്റ് സ്റ്റെപ്പാണ് റിൻസ് ചെയ്യാന്ന് പറയുന്നത്. അത് ഫസ്റ്റ് നമ്മൾ കോൾഡ് വാട്ടർ റിൻസ് ചെയ്യുന്നു, ദെൻ നമ്മൾ ഹോട്ട് വാട്ടർ റിൻസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഒരു 3 മിനിറ്റിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഹോട്ട് വാട്ടർ റിൻസിങ് കൊടുക്കില്ല. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആകെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, കാരണം നമുക്ക് ഇതിൽ കുറച്ച് ഫ്ലക്സ് പ്രൊസീജിയർ ഉണ്ട്, ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സ് എന്ന് പറയുന്നത് 5 ലിറ്റർ വാട്ടർ പ്ലസ് 0.4 ml നൈട്രിക് ആസിഡ് പ്ലസ് 0.33 ml hydrochloric acid. Okay, clear? ഓക്കെ, ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെസിഡ്യൂ മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ കണ്ടെയ്നേഴ്സിന്റെ കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ പാർട്സ് ഇത് ആക്ച്വലി ഹോട്ട് വാട്ടർ സ്ക്രബിംഗ് കൊണ്ട് നമുക്ക് ആക്സസിബിൾ അല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഈ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. അതിന്റെ ഒരു റെസിപ്പി ആയിട്ട് നമ്മൾ കണക്കൂട്ടി 5 ലിറ്റർ വാട്ടർ, അതിലേക്ക് ഒരു 400 ml നൈട്രിക് ആസിഡും ഒരു എന്താ പറയാ 33 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ അത് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നായിരിക്കും. റൂം ടെമ്പറേച്ചർ യൂസിൽ നമുക്ക് ഒരു 10 മിനിറ്റോട് കംപ്ലീറ്റ്ലി നമുക്ക് ഫ്ലക്സ് റെസിഡ്യൂ റിമൂവ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ട്സ് വളരെ ക്ലീൻ ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു സർഫേസ് നമുക്ക് അവിടെ കിട്ടും. ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഈ പറയുന്ന നമ്മുടെ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷമാണ് നമ്മൾ കോൾഡ് വാട്ടറിലും പിന്നീട് നമ്മൾ ഹോട്ട് വാട്ടറിലും ഇതിനെ റിൻസ് ചെയ്യുന്നത്. കൃത്യമായി ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഈ ഹോട്ട് വാട്ടർ ഇമ്മേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും 3 മിനിറ്റ് കൂടാൻ പാടില്ല. അത് സ്റ്റെയിനിങ്ങിന് കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് 3 മിനിറ്റ് കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കറ പിടിക്കുന്ന പോലെ അത് ഒഴിവാക്കണം. അപ്പൊ പിന്നീട് നമ്മൾ എപ്പോഴും റബ്ബർ ഗ്ലൗസ് വേണം യൂസ് ചെയ്യാൻ. റബ്ബർ ഗ്ലൗസ് ഇതൊരു സേഫ്റ്റി ആസ്പെക്ട്സ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആസിഡ് സൊല്യൂഷൻ അലൂമിനിയം വെസലിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഇൻ അലൂമിനിയം വെസൽ. ഓക്കെ, ക്ലിയർ? കാരണം കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കാറ്റഗറിയിൽ പെടുത്തുന്നില്ല. ആ അലൂമിനിയത്തിനും കൂടെ തന്നെ ഇതും കൂടെ പറഞ്ഞു പോയത് കൊണ്ട് അത് അതിന്റെ കൂടെ എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്. ഷിജു, വിജിൻ, റിയാസ്, അലക്സാണ്ടർ, വിഷ്ണു, ജിതിൻ, ജാബിർ, 11 അതേഴ്സ്. എനിക്ക് എല്ലാവരുടെയും പേര് ഒറ്റയടിക്ക് കാണുന്നില്ല. ഓക്കെ, ഫൈൻ. ജിതിൻ മോഹൻ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായി ഓർത്തിരിക്കുക. ഫ്യൂൽ ടാങ്ക്സ് ആൻഡ് കണ്ടെയ്നേഴ്സ്. ദെൻ നമുക്ക് അടുത്തതാണ് കോപ്പർ ആൻഡ് ബ്രാസ്. കോപ്പർ ആൻഡ് ബ്രാസിലും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതായത് നമ്മൾ ബോയിലിംഗ് വാട്ടറിൽ നന്നായി തിളച്ച വെള്ളത്തിൽ ആദ്യം വാഷ് ചെയ്യുന്നു ബ്രഷിങ്ങിന് ശേഷം. ഓക്കെ, പിന്നെ നമ്മളൊരു നൈട്രിക് ആസിഡോ 2% നൈട്രിക് ആസിഡോ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷനോ സ്ലാഗ് റിമൂവ് ചെയ്യാൻ അതിന്റെ ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട്, അത് നിർബന്ധമില്ല എന്ന് തന്നെ പറയുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് ഹോട്ട് വാട്ടർ വെച്ച് ചെയ്യും. അപ്പൊ ഇതും സിമിലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതും ക്വസ്റ്റ്യൻ വരാനുള്ള പ്രോബിലിറ്റി കുറവാണെന്ന് പറയാം. നെക്സ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കയറി വന്നേക്കാം. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കാസ്റ്റിക് സോഡ സൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം പറയുന്നത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ കയറി വന്നേക്കാം. അതായത് ബോയിലിംഗിന് ശേഷം 5% കാസ്റ്റിക് സോഡ സൊല്യൂഷൻ ആണ് അവിടെ യൂസ് ചെയ്യുക. ദെൻ ഹോട്ട് വാട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഡീസ്കെയിലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഈ പ്ലാസ്റ്റിക് സോഡ സൊല്യൂഷന് പകരം ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് വാട്ടറോ അല്ലെങ്കിൽ ഈക്വൽ പ്രൊപ്പോർഷൻ കേട്ടോ, അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് പ്ലസ് ഒരു 0.2% ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള റീസ്ട്രെയിനറോ കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇതാണ് നോർമൽ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് HCl പ്ലസ് വാട്ടറോ 5% നൈട്രിക് ആസിഡ് പ്ലസ് ഇത് ഓറാണ് 5% നൈട്രിക് ആസിഡ് പ്ലസ് 0.2% റീസ്ട്രെയിനറോ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇവിടെ നമുക്ക്
കീ പോയിന്റ് ആണ്, പിൻ പോയിന്റ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് അവിടെ കിടക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ റെസിഡ്യൂ റിമൂവ് ചെയ്യുന്നത് ചിപ്പിംഗ് ഹാമർ ആൻഡ് വയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇറ്റ് മേ ബി എ ക്വസ്റ്റ്യൻ, ഇറ്റ് മേ ബി എ ക്വസ്റ്റ്യൻ. ആരും പ്രതീക്ഷിക്കില്ല. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കരുതുന്നേക്കാം. ഓക്കെ, കാസ്റ്റ് അയൺ, ചിപ്പിംഗ് ഹാമർ ഓർ വയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കാസ്റ്റ് അയണുള്ള സ്ലാഗ് നമ്മൾ റിമൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് സിൽവർ ബ്രേസിംഗ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ സിൽവർ ബ്രേസിംഗ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ റെസിഡ്യൂ റിമൂവ് ചെയ്യുന്നത് ഈ ബ്രേസ്ഡ് പാർട്ട് നമ്മൾ ഹോട്ട് വാട്ടറിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ വയർ ബ്രഷിംഗ് വഴി ക്ലീൻ ചെയ്യുന്നു. അത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ മാത്രം, അതായത് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നില്ല എങ്കിൽ ഒരു 5 to 10% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ 2-5 മിനിറ്റ് 2 to 5 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ ഹോട്ട് വാട്ടർ റിൻസിങ്ങും പിന്നീട് നമ്മൾ വയർ ബ്രഷിങ്ങും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടുത്തെ സ്ലാഗ് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിൽവർ ബ്രേസിംഗ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്, ഒന്ന് കാസ്റ്റ് അയൺ ആണ്. ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം അത് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി കിടക്കുന്നത് കൊണ്ട് അത് നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ ഏതൊക്കെ പറഞ്ഞിരുന്നത്, ഒന്ന് ഒരു നമ്മൾ പെട്ടെന്ന് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അലൂമിനിയം ആൻഡ് അലോയ്സ്. അവിടെ ആദ്യം നമ്മൾ വാം വാട്ടർ പ്ലസ് ബ്രഷ്, ആദ്യം വാം വാട്ടർ അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്യുന്നു അല്ലെ, സോറി, ബ്രഷ് ചെയ്തതിനു ശേഷം വാം വാട്ടർ വെച്ച് കഴുകുന്നു. പിന്നീട് അതല്ലെങ്കിൽ നൈട്രിക് ആസിഡിന്റെ ഡിപ്പിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഹോട്ട് വാട്ടർ വാഷ് ചെയ്യുന്നു ഫോർ ഈസി ഡ്രൈയിങ്. മഗ്നീഷ്യം അലോയാണ് രണ്ടാമത് പഠിച്ചത്. അത് നമ്മൾ വാഷിംഗ് വാട്ടർ, ദെൻ സ്റ്റാൻഡേർഡ് ക്രോമേറ്റിക് അല്ലെ, സ്റ്റാൻഡേർഡ് ക്രോമേറ്റിക്കിന് ശേഷം വാഷിംഗ് വാട്ടർ. അപ്പൊ 2 പോയിന്റ് അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഫ്യൂൾ ടാങ്ക് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലാണെങ്കിൽ 400 ml ആണ് സൊല്യൂഷൻ. അതിന്റെ കൂടെ 33 ml ആണ് HCl, 5 ലിറ്റർ ആണ് വാട്ടർ. അപ്പം 10 മിനിറ്റ് ആണ് നോർമൽ ടെമ്പറേച്ചറിൽ ഇത് തീരാനുള്ള ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം കോൾഡ് ഡ്രിങ്ക്സ്, ഹോട്ട് ഡ്രിങ്ക്സ്. ഇനി കോപ്പർ ആൻഡ് ബ്രാസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബോയിലിംഗ് വാട്ടർ യൂസ് ചെയ്യുന്നു, ബ്രഷ് യൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ 2% HNO3 അല്ലെങ്കിൽ H2SO4 യൂസ് ചെയ്യാം. ഓക്കെ, നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ H2SO4. പിന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പോർട്ടന്റ് ആണ്. കാസ്റ്റിക് സോഡയാണ് അവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാസ്റ്റ് അയൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിപ്പിംഗ് ഹാമർ വയർ ബ്രഷ് ആണ്. സിൽവർ ബ്രേസിംഗിന്റെ കേസിലാണെങ്കിൽ ഹോട്ട് വാട്ടർ സോക്ക് ചെയ്യാം. ഡിഫിക്കൽട്ട് ഉള്ള കണ്ടീഷൻസിൽ മാത്രമാണെങ്കിൽ നമ്മൾ H2SO4 സൊല്യൂഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ആണ് 5 to 10% സൾഫ്യൂരിക് ആസിഡിലാണ് സിൽവർ ബ്രേസിംഗിന്റെ മെറ്റീരിയൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കീ പോയിന്റ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഫ്യൂസിബിൾ കോമ്പൗണ്ട് ആണ്. പ്രിവെന്റ് ഓക്സിഡേഷൻ ആൻഡ് ഇംപ്യൂരിറ്റീസ്. അവൈലബിൾ ഇൻ പേസ്റ്റ്, പൗഡർ ആൻഡ് ലിക്വിഡ്. മൂന്നാമത് ആപ്ലിക്കേഷൻ മെത്തേഡ്, ബ്രഷ് യൂസ് ചെയ്യാം, സ്പ്രിംഗ്ലർ യൂസ് ചെയ്യാം, ഡിപ്പ് ഫില്ലർ റോഡ് യൂസ് ചെയ്യാം, പല മെത്തേഡ്സ് ഉണ്ട്. സ്റ്റോറേജ് എന്ന് പറയുന്നത് സീൽഡ് ടിൻസിലായിരിക്കണം. ലോങ് ടൈമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മോട്ടൺ വാക്സിന്റെ ഒരു എക്സ്ട്രാ കവറിംഗ് കൂടെ കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താണ്, റിമൂവൽ ഓഫ് ഫ്ലക്സ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ടു അവോയ്ഡ് കൊറോഷൻ. കാരണം ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അതുപോലെ ഓരോ മെറ്റീരിയലും, ഈച്ച് മെറ്റീരിയൽ ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ഫ്ലക്സ് ക്ലീനിങ് മെത്തേഡ്. അത് ഓരോന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ 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 ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ്, വെൽഡിംഗ് ഓഫ് അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ്. വെൽഡിംഗ് ഓഫ് അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അലൂമിനിയം നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ശ്രദ്ധിക്കണം? ഓക്കെ, കാരണം നമുക്ക് ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് അലൂമിനിയം, കാരണം ഈ ഒരു ഏരിയ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുകയാണ്, പ്രോപ്പർട്ടീസ് ഓഫ് അലൂമിനിയം പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് എന്നുള്ളതാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞോ. എല്ലാവർക്കും അറിയുമെങ്കിൽ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാവുന്നതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 2.7 അല്ലേ? 2.7 ആണ്. 2.7, 2.8 whatever it is. Okay, 2.7 is the answer.
അപ്പോ നമ്മുടെ സ്റ്റീലിന്റെ ആണെങ്കിലോ, സ്റ്റീലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റാൻഡേർഡ് വാല്യൂ. സ്റ്റീലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സ്റ്റാൻഡേർഡ് വാല്യൂ എത്രയാണ്? സ്റ്റീലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സ്റ്റാൻഡേർഡ് വാല്യൂ എത്രയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ. ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ ഓർമ്മയുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി അപ്പോൾ തന്നെ പറയാം. എത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ? എനിബഡി? എല്ലാവരും മറന്നിരിക്കുന്നുവോ? കമന്റ് ചെയ്തോ, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. 0.785. ഓക്കെ, അതായത് 7.81 7810 അല്ലെങ്കിൽ 7850 ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കമ്പയർ ടു അലൂമിനിയം അതെന്താണ്, വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് എന്ന് പറയുന്നത് ഇപ്പൊ ഒന്ന് 7.8 ആണെങ്കിൽ ഇവിടെ 2.7 ആണ്. അപ്പോൾ ഒരു 1/3 ഓഫ് സ്റ്റീൽ ആണ് എന്ത് വരുന്നു, അലൂമിനിയത്തിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു സിൽവറി വൈറ്റ് കളറാണ് ഇതിനുണ്ടാവുക. സിൽവറി വൈറ്റ് കളറാണ്, ഞാൻ സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സോ ഞാൻ എഴുതുന്നില്ല. സിൽവറി വൈറ്റ് കളറാണ് ഇതിനുണ്ടാവുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ എക്സലന്റ് ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി അലൂമിനിയത്തിനുണ്ട്. കാരണം പണ്ടൊക്കെ അലൂമിനിയം വയർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഡക്റ്റൈൽ ആണ്, പെട്ടെന്ന് ഫോം ചെയ്തെടുക്കാൻ പറ്റും, പ്രസ് ചെയ്യാം, മാല്യൂബിൾ ആണ്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ എന്താണ്, നോൺ മാഗ്നറ്റിക് ആണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 659 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പൊ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓക്സിഡേഷൻ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അലൂമിനിയവും ഓക്സിജനും എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവും, Al2O3 ഉണ്ടാവും. ഈ Al2O3യുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1930 ഡിഗ്രി ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈ രണ്ട് വാല്യൂസും ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ആയിട്ട് കയറി വന്നിട്ടുള്ളതാണ്. ഓക്കെ, കാരണം പിന്നെ നമുക്ക് അറിയേണ്ടത് ഈ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരു കുറച്ച് ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്ത് ഒരു വൈറ്റ് കൊളാപ്സിബിലിറ്റി എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ഓക്കെ, ഇതിന്റെ അതായത് നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ കൂടി വരികയെന്ന് വിചാരിക്കാം. ഇതിന് കളർ ചേഞ്ച് ഒന്നും പെട്ടെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ജഡ്ജ് മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് അതുകൊണ്ട് പറയുന്നത്. 659 ഡിഗ്രി ആയിട്ട് ഉരുകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ ഈ കളർ ചേഞ്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കും മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ മെറ്റീരിയൽ കൊളാപ്സ് ആയി പോകുന്നതും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മൾ കൊറോണയുടെ കാലഘട്ടത്തിൽ കുറെ പേര് ബക്കറ്റ് ചിക്കൻ എന്നുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബക്കറ്റ് ചിക്കൻ വീഡിയോസ് ഒക്കെ ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ അലൂമിനിയത്തിൽ വെച്ച ആ കാലഘട്ടത്തിൽ കത്തിപ്പോയിട്ടുണ്ടാവും 90%. കാരണം ഇത് മാറി വന്നത് പഴുത്ത് ഇങ്ങനെ മാറി നമുക്ക് അറിയാൻ പറ്റില്ല. അതായത് ഇത് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്നായിരിക്കും ഇതിന്റെ കൊളാപ്ഷൻ അല്ലെങ്കിൽ ഈ കൊളാപ്സ് ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും, മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ ഹോട്ട് അലൂമിനിയം എന്ന് പറയുന്നത് വളരെ വീക്ക് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഇത് അലൂമിനിയം പ്യൂറസ്റ്റ് ഫോമിൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാറില്ല. ഇതിന്റെ കൂടെ എന്തെങ്കിലും ചെറിയ അലോയിങ് എലമെന്റ്സും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ നോക്കിയേ, ഇതില് ഈ 659 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഈ അലൂമിനിയത്തിലേക്ക് ഓക്സിജൻ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1930 ഡിഗ്രിയാണ്. ഈ രണ്ട് വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ടു വാല്യൂസ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ഇപ്പൊ സിൽവറി വൈറ്റ് ഇൻ കളർ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഹൈലി കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്, എക്സലന്റ് ഇലക്ട്രിക്കൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഡക്റ്റൈൽ ആണ്, നോൺ മാഗ്നറ്റിക് ആണ്, മെൽറ്റിംഗ് പോയിന്റ് 659 ഡിഗ്രി ആണ്. അലൂമിനിയം ഓക്സൈഡ് മെൽറ്റിംഗ് പോയിന്റ് 1930 ഡിഗ്രി ആണ്. ദീസ് ആർ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് അലൂമിനിയം നമുക്ക് ഇപ്പൊ കൊമേഴ്ഷ്യലി പ്യൂർ അലൂമിനിയം 99% പ്യൂരിറ്റി ഉള്ളതാണ്. റൗട്ട് അലോയ്സ് വരാം, അലൂമിനിയം കാസ്റ്റ് അലോയ്സ് ഉണ്ട്. ഇതിന്റെ ഓർ എന്ന് പറയുന്നത് എന്താണ്, ബോക്സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് വെൽഡ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, ടൈപ്സ് ഓഫ് അലൂമിനിയം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത് വെൽഡ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫിക്കൽറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്താണ്, ഇത് പെട്ടെന്ന് കൊളാപ്സ് ആയി പോകുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇത് വെൽഡ് ചെയ്യാൻ പോവാണ്. വെൽഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിന്റെ ജോയിന്റ് ഡിസൈൻ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, തിൻ ഷീറ്റുകളാണെന്ന് വെച്ചാൽ തിൻ ഷീറ്റ് ക്രൈറ്റീരിയയിൽ 1.6 mm താഴെയാണ് ഇതിന്റെ തിക്നെസ് എങ്കിൽ നമ്മൾ ഫ്ലാൻസ് ആയിട്ടാണ് വരിക. ഫ്ലാൻസ് ടു 90 ഡിഗ്രി. പ്ലേറ്റിൽ 1.6 to 4 mm ആണെങ്കിൽ ബട്ട് വെൽഡ് വിത്ത് നോട്ടഡ് എഡ്ജ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, തിൻ ഷീറ്റ് ആണെങ്കിൽ എഡ്ജസ് ഫ്ലാൻസ് ടു 90 ഡിഗ്രി. പ്ലേറ്റ്സ് 1.6 to 4 mm ആണെങ്കിൽ ബട്ട് വെൽഡ് റെക്കമെൻഡ് ചെയ്യുന്നു. നോട്ടഡ് എഡ്ജസ് പ്രൊവൈഡ് ചെയ്യും. നോട്ട് എഡ്ജസ്
ഓക്കെ, ക്ലിയർ. നോട്ട്സ്ഡ് എഡ്ജസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഹെവി പ്ലേറ്റ്സ് തന്നിരിക്കുക, ഒരു 4 mm മേലോട്ടുള്ള പ്ലേറ്റുകളാണെങ്കിൽ നമ്മൾ ബിവൽ കൊടുക്കും, 90 ഡിഗ്രി ബിവൽ കൊടുക്കും. റൂട്ട് ഗ്യാപ്പ് 1.6 to 3 mm ആണ് പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, ഇനി ഫ്ലക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫ്ലക്സ് പൗഡർ എന്ന് പറയുന്നത് മിക്സ്ഡ് വിത്ത് വാട്ടർ ആണ്. അത് 2 parts ഫ്ലക്സും 1 part വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലർ റോഡ്സും ആൽസോ കോട്ടഡ് വിത്ത് ഫ്ലക്സ് ആയിരിക്കും. ഹെവി സെക്ഷൻസ് മാത്രമാണെങ്കിൽ ഒരു എന്താ പറയാ, നമ്മൾ റോഡിൽ തന്നെ ഇത് കോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ഇതിന് അലൂമിനിയം ഓക്സൈഡ്സ് വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് അലൂമിനിയം ഓക്സൈഡ്സ് റാപ്പിഡ്ലി എന്ന് പറയുന്നത്. റിമൂവ് Al2O3 റാപ്പിഡ്ലി. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അലൂമിനിയം അലൂമിനിയം ഓക്സൈഡ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഒരു ക്ലീൻ വെൽഡ് നമുക്ക് അവിടെ കിട്ടില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഈ പറയുന്ന വെൽഡിങ് പ്രോസസ്സും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിൽ പ്രീ ഹീറ്റിംഗ് ഓപ്പറേഷൻ വരുന്നുണ്ട്. പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട്, അതായത് ഒരു സംഭവം നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് അതിലേക്ക് തഴക്കം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പ്രീ ഹീറ്റിംഗ് ചെയ്യാം. അപ്പൊ പ്രീ ഹീറ്റിംഗില് ഇത് ഹൈ തെർമൽ കണ്ടക്റ്റിലുള്ള മെറ്റീരിയലാണ്, ഹൈ സ്പെസിഫിക് ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇത് അതിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അതിനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെസസിറ്റി ഓഫ് പ്രീ ഹീറ്റിംഗ് അത് തന്നെയാണ് വരുന്നത്. ഇപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റിംഗ് ആണ് ഈ വെൽഡിങ്ങിന്റെ സമയത്ത് എന്തുള്ളത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ പ്രീ ഹീറ്റ് നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഫ്യൂഷൻ പെട്രേഷൻ കിട്ടില്ല. പെട്ടെന്ന് ഒറ്റയടിക്കാത്തൊരു ടെമ്പറേച്ചറിൽ വരുന്ന ക്രാക്കിംഗ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഗ്യാസ് കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും. നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്യാസ് കൺസപ്ഷൻ വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഈ പ്രീ ഹീറ്റ് ചെയ്ത ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 250 തൊട്ട് 400 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബിക്കോസ് 659 ഡിഗ്രിയേ ഉള്ളൂ നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അതിൽ നിന്നും ഒരു 250 ഡിഗ്രി താഴെ ആയിരിക്കണം പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ നിൽക്കേണ്ടത്. ഓർത്തിരിക്കുക, 250 തൊട്ട് 400 ഡിഗ്രിയാണ് പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ. പല രീതിയിൽ നമുക്ക് ഹീറ്റ് ചെയ്യാം, ഫോർസ് ഹീറ്റിംഗ്, ഫർണസ് ഹീറ്റിംഗ്, അങ്ങനെ പല മെത്തേഡ്. പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്ന വേറെ ഒരു സെക്ഷൻ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. എനിവേ, ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രീ ഹീറ്റിംഗ് വേണമെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ വെൽഡ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്ന് തഴക്കം വരുത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. 250 തൊട്ട് 400 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇമ്പോർട്ടന്റ് വാല്യൂ, നോട്ട് ദ പോയിന്റ്. ഓക്കെ, ക്ലിയർ. വെൽഡിംഗ് പ്രോസസ്സുകളും നമുക്ക് ഒരുപാടുണ്ട്. കാരണം ഈ പറയുന്ന ഫ്യൂഷൻ വെൽഡിംഗ് യൂസ് ചെയ്യാം, സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് യൂസ് ചെയ്യാം. അപ്പൊ അതിന് ചില ഇപ്പം ഓക്സിഡൈസ്ഡ് വെൽഡിംഗ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് തിൻ ഷീറ്റുകൾക്കൊക്കെ ജസ്റ്റ് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ലോ കോസ്റ്റ് എക്യുപ്മെന്റ് യൂസ് ചെയ്യാന്നുള്ളൂ. ബട്ട് എന്താണ്, കൊറോഷൻ റിസ്ക് അവിടെ കൂടുതലാണ്, ഡിസ്റ്റോർഷൻ പോസിബിലിറ്റീസ് ഉണ്ട്, ഹീറ്റ് എഫക്റ്റഡ് സോൺ കുറച്ചുകൂടെ വൈഡർ ആയിരിക്കും, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ലോ കോസ്റ്റ് എക്യുപ്മെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മൾ അലൂമിനിയം വെൽഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് വെൽഡിങ്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, തിക്നെസ് നമ്മൾ വേരി ചെയ്യുന്നു 1.2 1.5 3. ഇപ്പൊ 3ക്ക് മേലോക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ കണ്ട ബിവലൂടെ കൊടുക്കുന്നതായിട്ട് കാണാം. 1.6 to 3 എന്നും 1.5 to 3 എന്നും രണ്ട് വാല്യൂസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ നോസിൽ സൈസ് 5 ആണ്. ഈ ഒരു വാല്യൂ മാത്രമാണ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുള്ളത്. അതായത് മെറ്റൽ തിക്നെസ് 3 mm ൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോസിൽ സൈസ് എത്രയാണ്? ദാറ്റ് ഈസ് 5. നോസിൽ സൈസ് നമ്മൾ ആർക്ക് വെൽഡിംഗിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ആർക്ക് വെൽഡിംഗ് മുകളിലാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇനി പിച്ച് ഓഫ് ടാക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് വെൽഡ് ചെയ്ത് പോവല്ല ചെയ്യാം. ഇപ്പൊ നമ്മൾ രണ്ട് പ്ലേറ്റുകൾ വെൽഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യില്ല, ഇവിടുന്ന് വെൽഡ് ചെയ്ത് പോവില്ല. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഇവിടെ ചിലപ്പോൾ ടാക്കുകൾ കൊടുക്കും, ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ നമ്മൾ വെൽഡ് കൊടുക്കും, ചെറിയ ചെറിയ പോയിന്റുകൾ കൊടുക്കും, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ 75 mm ആണ് പിച്ച് ഓഫ് ടാക്ക് എന്ന് പറയുന്നത്, ഒരു ടാക്കിൽ നിന്ന് വേറെ ടാക്കിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വെൽഡിംഗ് പാരാമീറ്റേഴ്സ് അലൂമിനിയത്തിൽ നമുക്ക് പഠിക്കാൻ വന്നിട്ടുള്ള ഒരു ചാർട്ട് എന്ന് പറയുന്നത്. ചാർട്ടുകളൊക്കെ ആയിട്ട് ലാസ്റ്റ് നോക്കാനേ ഞാൻ പറയുള്ളൂ, കാരണം മൊത്തം ചാർട്ട് പഠിച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റിനൊക്കെ കിട്ടും. അപ്പൊ ചാർട്ടിൽ നിന്ന് അല്ലാത്ത കുറെ ഏരിയാസ് ഉണ്ടല്ലോ, ലൈക്ക് ഈ പറയുന്ന വാല്യൂസ്,
അതുപോലെ ഇങ്ങനെയുള്ള വാല്യൂസ്. ഇതൊന്നും ചാർട്ടിലുള്ള വാല്യൂസ് അല്ല, അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള. അപ്പൊ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റ് ചാർട്ടുകൾക്ക് ലാസ്റ്റ് നമുക്ക് നോക്കാം. അതും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാല്യൂസ് മാത്രം നോക്കി അതിന് സെപ്പറേറ്റ് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് പഠിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഒരുപാട് കോൺസെപ്റ്റ് കവറപ്പ് ചെയ്യാനും റിവിഷൻ ചെയ്യാനും പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ക്ലിയർ. ഈ വാല്യൂ ഓർത്തിരിക്കുക. പ്ലേറ്റ്സ് ഓവർ 4 mm, bevel 90 degree and root gap 1.62 mm. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അലൂമിനിയം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ്, കണ്ടക്റ്റീവ് ആൻഡ് കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റൽ ആണ്. വെൽഡിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് കൊളാപ്സ് ആവുന്നു എന്നുള്ളതാണ്. ഫ്ലക്സ് എന്ന് പറയുന്നത് ഓക്സൈഡ് റിമൂവ് ചെയ്യാൻ എസെൻഷ്യൽ ആണ്. പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ 250 തൊട്ട് 400 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഹൈ ക്വാളിറ്റി വെൽഡ് കിട്ടണമെങ്കിൽ എപ്പോഴും ടിഗ് ആൻഡ് മിഗ് ഒക്കെ, ടിഗ് ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാക്കി വെക്കുക. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ ജോയിന്റ് ഡിസൈനിന്റെ സമയത്ത് ഈ നോച്ചർ എഡ്ജസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നോച്ചർ എഡ്ജസ് നോർമൽ ചിസലൊക്കെ വെച്ചിട്ടാണ് നമ്മളവിടെ കൊടുക്കുക. ഓക്കെ, ക്ലിയർ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അല്ല, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യൂർ അലൂമിനിയം? അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഇതിൽ ഏതാണ്? അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ ഉണ്ട്. അൻവർ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 1 659 ഡിഗ്രി സെൽഷ്യസ്. നമ്പർ 2, അലൂമിനിയം ഓക്സൈഡ് ഹാസ് എ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് 659 ഡിഗ്രി, 1000 ഡിഗ്രി, 1930 ഡിഗ്രി, 800 ഡിഗ്രി. അലൂമിനിയം ഓക്സൈഡ് ഹാസ് എ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം ഓക്സൈഡ് C 1930 ഡിഗ്രി. Which of the following is not a property of aluminum? Which of the following is not a property of aluminum? Highly resistant to corrosion, possesses great thermal conductivity, magnetic in nature, very ductile and adaptable. Number 3, C. Magnetic in nature എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി അല്ല. So that is the right answer. Next question. What is the purity of commercially pure aluminum? 90%, 95%, 99%, 55%. Number 4. 99%. Next question. Why is aluminum difficult to weld by gas? This magnetic collapses suddenly when melting, does not oxidize, it absorbs too much heat. It collapses suddenly when melting. Question. Aluminum oxide coating creates difficulty in welding because it has high thermal conductivity, it has higher melting point than aluminum, it prevents corrosion, it improves ductility. Creates difficulty എന്ന് പറയുമ്പോൾ തന്നെ ഇതൊന്നും പ്രിവെന്റ് കൊറോഷൻ എന്ന് പറയുന്ന ഒരിക്കലും ഡിഫിക്കൽട്ടി അല്ല, ഇറ്റ് ഇംപ്രൂവ്സ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ കൊറോഷൻ അല്ല. അപ്പോൾ ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന അലൂമിനിയം ഓക്സൈഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അതെന്ന് പറയുന്നത് 1930 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇറ്റ്സ് അപ്പോൾ പിന്നെ നമുക്ക് വെൽഡിങ് ഡിഫിക്കൽട്ട് ആയിട്ട് മാറാനാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, which tool is recommended for notching aluminum edges before butt welding? Drill machine, saw or cold chisel, file, milling cutter. ബട്ട് വെൽഡിങ്ങിന് മുമ്പ് നമ്മൾ ഈ അലൂമിനിയം ഷീറ്റുകളെ നോച്ച് ചെയ്യുന്നു. നോച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സംഭവം ഇങ്ങനെ എടുക്കും. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നോച്ച് ഇടുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് സോ അല്ലെങ്കിൽ കോൾഡ് ചിസൽ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. For welding aluminum plates of 4 mm or more, the edges should be. For welding aluminum plates of 4 mm or more, the edges should be a plain, fillet smooth, beveled to 90 degree included angle, cut with the hacksaw. Number 8C, beveled to 90 degree included angle. Okay, next question. Why is flux important in aluminum welding? Why is flux important in aluminum? It reduces weight, prevents heat conduction, it ensures sound weld by preventing oxidation, it increases ductility.
ഇതൊരു ഇറ്റ് എൻഷുർ സൗണ്ട് വെൽഡ് എന്ന് പറഞ്ഞാൽ നല്ല വെൽഡ് ഇത്ര തന്നെ. അതായത് ഡിഫക്ട്സ് ഫ്രീ ആയിട്ടുള്ള വെൽഡിനെയാണ് സൗണ്ട് വെൽഡ് എന്ന് പറയുന്നത്. What is the recommended preheating temperature range for aluminum and its alloys before welding? Preheating temperature range. Preheating temperature range. ഏത് വരും? 250 തൊട്ട് 400 ഡിഗ്രി സെൽഷ്യസ് വരെ. Question. Which of the following is an advantage of using oxy-acid welding of aluminum? High welding speed, low distortion, simple and low cost equipment, no need of flux. വേറെ ഒന്നുമില്ല, ലോ കോസ്റ്റ് എക്യുപ്മെന്റ് ആണ്, സിമ്പിൾ ആണെന്ന് മാത്രമാണ് എന്നാണ് പറയുന്നത് അലൂമിനിയം ഓക്സി ആസിഡ് വെൽഡിംഗ് കൊണ്ട് ചെയ്യുന്നുള്ള ഒരു ഗുണമെന്ന് പറയും. ഫോർ എ 3 mm thick aluminum plate, what is the recommended nozzle size? 1253. 1253. Number 12. C will be the right answer. അവിടുത്തെ ടാക് എന്ന് പറയുന്നത് 75 mm ആയിരിക്കും. ഓക്കെ, 1.5 to 3 mm ആയിരിക്കും അവിടുത്തെ റൂട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. Flux residue left after aluminum welding can cause increased strength, corrosion, better conductivity, no effect. കാരണം കെമിക്കലി ആക്റ്റീവ് ആയ സബ്സ്റ്റൻസ് ആണ് ഫ്ലക്സ് റെസിഡ്യൂ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ലീഡ് ടു കൊറോഷൻ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ ഗ്യാസ് വെൽഡിംഗ്? Increase temperature to dissolve oxides and impurities, to supply extra fuel, to reduce electrode wear. Number 14, to dissolve oxides and impurities will be the right answer. Question, fluxes help in welding by cooling the molten metal, increasing magnetic property, helping metal flow into small gaps between joints, reducing ductility. Number 15, flux small between joints le small gaps like idine flow cheyikan ആര് ഹെൽപ്പ് ചെയ്യും? ഫ്ലക്സ് ഹെൽപ്പ് ചെയ്യും. Which of the following is not a form of flux? Paste, powder, liquid or solid rock? Question number 15. Paste, powder, liquid or solid rock? 16 solid rock. കാരണം ഇത് മൂന്നും ഫോംസ് ഓഫ് ഫ്ലക്സ് ആണ്. ഇത് മൂന്നും ഫോംസ് ഓഫ് ഫ്ലക്സ് ആണ്. Question, how should flux streams be stored for long periods? Left open for ventilation, sealed with wax, sealed with liquids, kept in water? Okay, actually ഇത് രണ്ടും ആൻസർ ആയിട്ട് വരാം. Both are answers. Both are answers. Okay, രണ്ടും ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാരണം രണ്ടും പ്രിലോങ്ഡ് യൂസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ലോങ് പീരീഡിലേക്ക് രണ്ട് മെത്തേഡും യൂസ് ചെയ്യാന്ന് പറയുന്നത്. ഡിപ്പിംഗ് എ ഹോട്ട് റോഡ് ഡയറക്ട്ലി ഇൻ ദ ഫ്ലക്സ് സ്റ്റിൻ ഷുഡ് ബി അവോയ്ഡഡ് ബിക്കോസ് ഇറ്റ് വേസ്റ്റ് ഫ്ലക്സ്, ഇറ്റ് മേ റൂയിൻ ദ ഹോൾ കണ്ടൻസ്, ഇറ്റ് കൂൾസ് ദ റോഡ് ടു ക്വിക്ക്ലി, ഇറ്റ് കോസ് ഫ്യൂംസ്. നമ്പർ 18. Dipping a hot rod directly in the flux tin should be avoided. കാരണം അത് ഡ്യൂറിംഗ് വെൽഡിങ്ങിന്റെ സമയത്തല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. നമ്മൾ അതിനുശേഷം നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫ്ലക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ റോഡ് നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി എന്താവും, അത് മൊത്തം ആ കണ്ടന്റ് മൊത്തം റൂയിനായി പോകും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്യൂംസ് ഉണ്ടാവും. അപ്പൊ ഈ ബിയും ഡിയും എന്തായിട്ട് വരാൻ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ബട്ട് നമ്മൾ നമ്മൾ ഫിഗർ പ്രകാരം എന്താണ്, ഈ ഹോൾ കണ്ടന്റ്സിനെ നാശമാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് ചെയ്യരുത് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? കാരണം അത് സ്റ്റോറേജ് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്ന രീതിയിൽ വരുന്നതാണ്. നെക്സ്റ്റ്, why must flux residues be removed after welding? Why must flux residue be removed after welding?
they improve well toughness, they cause corrosion if left uncleaned, they strengthen parent metal, they reduce heat affected zone. Number 90, they cause corrosion. അല്ലേ, അതവിടെ ബാക്കിയാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ corrosion possibility ഉണ്ടാകും എന്നുള്ളതാണ് ആൻസർ. For aluminum alloys, flux residue should be removed by washing in kerosene, brushing with dry wire brush, washing in warm water and brushing, heating in furnace. Okay, washing in warm water and brushing. Next question. Which chemical solution is recommended for difficult aluminum flux removal? Difficult aluminum flux removal. നോർമൽ മെത്തേഡ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും. നൈട്രിക് ആസിഡ് സൊല്യൂഷൻ, ക്രോമിക് ആസിഡ് ബാത്ത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് വാട്ടർ, സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ. ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യാം. 21 ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യാം. നമ്മൾ ഇതിന്റെ റിമൂവൽ പഠിച്ച സമയത്ത് നമ്മൾ ആദ്യം പഠിച്ചതായിരുന്നു എന്ന് പറയുന്നത് അലൂമിനിയം എന്ന് പറയുന്നത് അല്ലെ. അലൂമിനിയം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വെൽഡിങ് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടറിൽ വാഷ് ചെയ്യണം, അതിനുശേഷം ബ്രഷ് ചെയ്യണം. ഇനി അതല്ല ഇച്ചിരി ഡിഫിക്കൽട്ട് കേസ് വന്നു കഴിഞ്ഞാൽ ഒരു 5% നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്യണം, അതിനുശേഷം നമ്മൾ ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ. സോ എന്ത് വരും, നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് മഗ്നീഷ്യം അലോയ്സ് ബി ട്രീറ്റഡ് ആഫ്റ്റർ വെൽഡിങ്? മഗ്നീഷ്യം അലോയ്സ്, മഗ്നീഷ്യം അലോയ് അതിന് ശേഷം നമ്മൾ പഠിച്ച കാര്യമായിരുന്നു മഗ്നീഷ്യം അലോയ്സ്. മഗ്നീഷ്യം അലോയ്സ് അവിടെ എന്തായിരുന്നു, വാട്ടറിൽ വാഷ് ചെയ്യുന്നു അല്ലെ, അതായത് ഫോളോഡ് ബൈ സ്റ്റാൻഡേർഡ് ക്രോമേറ്റിംഗ്, വാഷ് ഇൻ വാട്ടർ, ആസിഡ് ക്രോമേറ്റ് ബാത്ത് അല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക, വാഷ് ഇൻ വാട്ടർ ഫോളോഡ് ബൈ സ്റ്റാൻഡേർഡ് ക്രോമേറ്റിംഗ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ദിസ് ഷുഡ് ബി ദ ആൻസർ. ഓക്കെ, കാരണം കാസ്റ്റ് സോഡ എന്ന് പറയുന്നത് SS ആയിരുന്നു. Clear? Next question. Which method is prepared for removing flux residue from copper and brass? Copper and brass. Brushing in boiling water, scrubbing with kerosene, dipping in molten wax, filing. ഇത് വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. നമുക്ക് വെറുതെ ആൻസർ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏത് വരും, കോപ്പർ ആൻഡ് ബ്രാസ് ആണ്. അത് ബോയിലിംഗ് വാട്ടറിൽ വാഷ് ചെയ്യുന്നു, നമ്മൾ അല്ലെ ബ്രഷ് ചെയ്തതിനു ശേഷം ബോയിലിംഗ് വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു. പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നൈട്രിക് ആസിഡ് 2% നൈട്രിക് ആസിഡോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷനോ യൂസ് ചെയ്തിട്ട് സ്ലാഗ് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹോട്ട് വാട്ടറോട് വാഷ് ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിവേ ഇത് 3 കൃത്യമായ ആൻസർ അല്ല നമുക്ക് ഉറപ്പിക്കാം. സോ brushing in boiling water ആണെങ്കിൽ കൃത്യമായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, stainless steel flux residue are best removed by 5% caustic soda solution followed by hot water wash, simple wire brushing, chromate bath, wax immersion. So chromate എന്ന് പറയുമ്പോൾ തന്നെ ആരെ ഓർമ്മ വരണം, chromate എന്ന് പറയുമ്പോൾ മഗ്നീഷ്യത്തിന് ഓർമ്മ വരണം. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന കാസ്റ്റിക് സോഡ ഓർമ്മ വരണം. A will be the right answer. Next question, what is the recommended method for removing flux residue from cast iron? Hot water scrubbing, acid chromating, chipping hammer or wire brush, caustic soda wash. കാരണം കാസ്റ്റ് അയണിന്റെ കേസിൽ വളരെ ഈസി ആണ്. ചിപ്പിംഗ് ഹാമർ അല്ലെങ്കിൽ വയർ ബ്രഷ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചിപ്പിംഗ് ഹാമർ വിത്ത് വയർ ബ്രഷ്. ഓക്കെ, ചിപ്പിംഗ് ഹാമർ ഓർ വയർ ബ്രഷ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ. നമ്മൾ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഭാഗത്ത് നോക്കി. അങ്ങനെ വലിയ തെറ്റുകളൊന്നും അധികം പേർക്ക് വന്നായിട്ട് കാണുന്നില്ല. മനോജ്, അലക്സാണ്ടർ, അൻവർ, ബിജിൻ, ജാബിർ, ജയരാജ്, ജിതിൻ, പ്രണവ്, ഷിജു, സുധീഷ്, വിഷ്ണു 3 വിഷ്ണു ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ
വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് ഡേ ആഫ്റ്റർ ടുമാറോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടൈം ഞാൻ പറയാം കേട്ടോ, കാരണം വ്യാഴാഴ്ച ലീവ് ഡേ കൂടെ നോക്കാം, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, നയങ്ങളി ജയന്തി ആയതുകൊണ്ട് ടോട്ടലി ഹോളിഡേ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ടൈം ഫിക്സ് ചെയ്യാം. നോക്കാം നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.